ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച മതവിദ്വേഷ പ്രസംഗം. പി.സി. ജോർജിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ വിദ്വേഷ പരാമർശത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം. മുക്കം സ്വദേശി നൽകിയ പരാതിയിലാണ് ഡി.ജി.പിയുടെ നിർദ്ദേശം. പ്രവാസി വ്യവസായി ഷെരീഫാണ് പി.സിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് പി.സി. ജോർജ് വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു. കേസെടുക്കാൻ മുക്കം പോലീസിന് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് പി.സി. ജോർജ് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത്. മീനച്ചൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായി എന്നാണ് പി.സി. ജോർജിന്റെ പരാമർശം. ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ 24 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പി.സി. ജോർജിനെതിരെ നിരവധി പരാതികളാണുള്ളത്. അതേസമയം പി.സി. ജോർജ് നടത്തിയത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്ന് എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. പി.സി. ജോർജിന് എന്തും പറയാനുള്ള ലൈസൻസാണ് സർക്കാർ നൽകിയതെന്നും കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്ന പി.സി. ജോർജിനോട് കർക്കശ നിലപാടെടുക്കാൻ എന്താണ് കഴിയാത്തതെന്നും അദ്ദേഹം ചോദിച്ചു.